ഹലോ എവരിവൺ. അപ്പോൾ നമ്മളല്ല ഇന്നിപ്പോൾ ആദ്യമായിട്ട് ഇരിക്കുക നിങ്ങൾ കാണുന്നുണ്ടാവുക. ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഇനിയുള്ള ഒരു ടോപ്പിക്ക് ഞാനിരിക്കുക ക്ലാസ് എടുക്കുന്നുണ്ടാവുക. അപ്പോൾ റോബോട്ടിക്സ് ഷാസിൻ സാറ് ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. അപ്പോൾ ഇനിയുള്ളൊരു ടോപ്പിക്ക് ഞാനിരിക്കാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതിൽ നമ്മൾ ഇനി എടുക്കാൻ പോണ ടോപ്പിക്ക് എന്താണെന്ന് ഞാൻ പറയാം. അതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്മാർട്ട് വാച്ച്, അതേമാതിരി നമ്മൾ ഫോണ്, സ്മാർട്ട് വാച്ച്, അതേമാതിരി ഫ്രിഡ്ജ്. അതായത് ഫ്രിഡ്ജൊക്കെ പറയുമ്പോൾ നമ്മൾ ഫോണായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേമാതിരി ഫ്രിഡ്ജ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഫ്രിഡ്ജ്, CCTV നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഇവിടെ CCTV വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേൾഡ് വൈഡ് എവിടെ പോയിട്ടിരുന്നാലും കാണാൻ പറ്റുന്ന ലെവലിലുള്ള CCTVs ആൻഡ് അതേമാതിരി തന്നെ അങ്ങനത്തെ കുറേ സംഭവങ്ങളില്ലേ. അപ്പോൾ ഈ ഒരു സംഭവങ്ങൾ അതൊക്കെ എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതിന് ഒരു പേര് പറയും. അതെന്താണെന്ന് അറിയോ? ആ ഒരു സംഭവം നമ്മൾ ഇവിടെ പോയി എന്നിട്ട് ഫ്രിഡ്ജിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫ്രിഡ്ജിൽ ഇപ്പോൾ ഇത്ര തണുപ്പ് മതി അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയുമെന്നറിയാം. ആ ഒരു ടോപ്പിക്കാണ് ഞാനിപ്പോൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഉണ്ടാകുക. ആ ഒരു ടോപ്പിക്ക് ഇനിയിപ്പോൾ ഞാൻ ലേഖടിപ്പിക്കണില്ല. അതിൻ്റെ പേര് IoT. കുറേ പേര് കേട്ടിട്ടുണ്ടാവും, കുറേ പേര് കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ കുറേ പേര് കേട്ടവർക്ക് സംഭവം കുറച്ചൊക്കെ അറിയുണ്ടാവും. എന്താണ് IoT, ആ ഒരു സംഭവം കുറച്ചൊക്കെ അറിയുണ്ടാവും. അപ്പോൾ അവർക്ക് ഈ ഫസ്റ്റ് ക്ലാസ് ഇച്ചിരി ലാഗ് ആയിരിക്കുക. അത് നിങ്ങൾ ഒന്നുകൂടി കേൾക്കുക. കാരണം ബേസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്സാണ് നമ്മൾ എന്തൊരു പരിപാടിൻ്റെയും ഫൗണ്ടേഷൻ. അപ്പോൾ ആ ഒരു ബേസിക്സ് എല്ലാവരും ക്ലിയർ ആയിട്ട് എടുക്കുക. സംഭവം കുറച്ച് ബോറിംഗ് ആണെന്നുണ്ടെങ്കിലും ബേസിക്സ് ആണ് എല്ലാം. അത് നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ബേസിക്സ്. അപ്പോൾ ബേസിക്സ് നിങ്ങൾ മസ്റ്റായിട്ട് കേട്ടിരിക്കുക. അത് ഓർത്തിരിക്കണം. ഇനിയിപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിപ്പോൾ റെക്കോർഡ് ക്ലാസ് ആണ് വരുന്നത്, ഇത് ലൈവാണ്. പിന്നെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് എടുത്ത് നോക്കാം. അപ്പോൾ ഈ ബേസിക്സ് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വരുന്നത് IoTൻ്റെ ബേസിക്സ് ആണ്. ഇന്ന് എടുക്കുന്ന ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IoTൻ്റെ ബേസിക്സ് ആണ്. ബേസിക്സ് എന്ന് പറഞ്ഞാൽ IoTൻ്റെ ഫൗണ്ടേഷൻ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചോദിച്ചു, ഈ ഫ്രിഡ്ജ് കൺട്രോൾ ചെയ്യാൻ പറ്റണത്, AC കൺട്രോൾ ചെയ്യാൻ പറ്റണത്, ഇതൊക്കെ IoT ആണ് പറഞ്ഞു. ഇതൊക്കെ നമ്മൾ ഇൻ്റർനെറ്റ് വഴി കണക്ട് ചെയ്യണതാണ്. നമ്മൾ ഫ്രിഡ്ജ് ഇൻ്റർനെറ്റ് ആയിട്ട് കണക്ട് ചെയ്യണോ. ആൻഡ് ഇതിപ്പോൾ ഫസ്റ്റ് കേൾക്കണവർക്ക് ഇതെന്താ സംഭവം എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. വഴിയെ ക്ലിയർ ആവും. വെയിറ്റ് ആക്കുക, ക്ഷമിക്കുക, കേൾക്കുക. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഡൗട്ട് ഉണ്ടാവും. ഞാനിപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് തന്നെ എടുത്ത് ചാടി പറയുമ്പോൾ അപ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫ്രിഡ്ജ്, സ്മാർട്ട് AC എന്നൊക്കെ പറയണത് ഇൻ്റർനെറ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നൊരു സംഭവമാണ്. ലൈക്ക് അലക്സ ഒക്കെ ഇൻ്റർനെറ്റ് ആയിട്ടാണ്. നമ്മൾ വീട്ടിൽ വരുന്നു, ലൈക്ക് ഇങ്ങനെ വരുന്നു, ഒന്ന് പോയിട്ട് വരാം, കുടിക്ക് വരികയാണ്, വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അലക്സ ടേൺ ഓൺ ദ ലൈറ്റ്, അലക്സ ടേൺ ഓൺ ദ ഫാൻ, അലക്സ ടേൺ ഓൺ ദ AC അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് ഓൺ ആക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഇൻ്റർനെറ്റ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കും. ഈ ഇൻ്റർനെറ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു തിങ്സിനെയാണ് എന്ത് പറയണത്, IoT എന്ന് പറയണത്. ഈ IoTൻ്റെ ഫുൾ ഫോം എന്താണെന്നല്ല ആർക്കെങ്കിലും അറിയോ? അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചോ, ഇല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ IoT എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്നാണ്. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. ഈ ഇൻ്റർനെറ്റ് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഇനിയിപ്പോൾ അറിയില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ മോശമാണ്. അപ്പോൾ ഒന്ന് പഠിക്കുക. ഇൻ്റർനെറ്റ് ഈ ഒരു കാലത്ത് ഇൻ്റർനെറ്റ് അറിയാത്ത ഒരാളെന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെയൊക്കെ ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, അപ്പോൾ ഇൻ്റർനെറ്റ് എന്താണ് ചോദിച്ചാൽ അത് പറയാനറിയണം. ഇൻ്റർനെറ്റ് വലിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇൻ്റർനെറ്റ് എന്താണെന്ന് സ്വന്തമായിട്ടൊന്ന് സെർച്ച് ചെയ്യുക, പഠിക്കുക. അത് ഞാൻ തരുന്നൊരു ടാസ്ക്കായിട്ട് കണക്ക് കൂട്ടിക്കോ. കാരണം ഞാനിപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഇൻ്റർനെറ്റ് എന്താണെന്ന് പറയാൻ നിന്നാൽ ഈ ക്ലാസ് കഴിയൂല. സോ ഇൻ്റർനെറ്റ് എന്താണെന്ന് ഒന്ന് സെർച്ച് ചെയ്യാം.
അത് പഠിക്കുക. അപ്പോൾ ഈ ഇൻ്റർനെറ്റ് എന്ന ഒരു ഇത് പറഞ്ഞാൽ കുറേ സംഭവങ്ങൾ, കുറേ കമ്പ്യൂട്ടേഴ്സും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ഇൻ്റർനെറ്റ്. ആ ഒരു ഇത് മൈൻഡിൽ വെച്ചാൽ ചെറിയൊരു സംഭവം. അപ്പോൾ ഈ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ഇതായിട്ട് കണക്ട് ചെയ്യുക. ഈ നമ്മൾ ഇൻ്റർനെറ്റും തിങ്സും തമ്മിൽ കണക്ട് ചെയ്യുമ്പോഴാണ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ക്രിയേറ്റ് ആവുന്നത്, അഥവാ IoT ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ ഈ IoT ക്രിയേറ്റ് ആയി എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ വർക്ക് ചെയ്യണം, IoT എങ്ങനെ വർക്ക് ചെയ്യണം, അതായത് ആദ്യം പറയാം എന്താണ് IoT എന്ന് പറഞ്ഞുതരാം. IoT എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞ മാതിരി ഇൻ്റർനെറ്റും തിങ്സും തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ളൊരു സംഭവത്തിനെയാണ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത്. അതായത് ഈ ഇൻ്റർനെറ്റ് ആയിട്ട് ഈ തിങ്സ് കണക്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മൾ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആയി. സോ നമുക്കത് നമ്മളുടെ ഫോൺ വെച്ചിട്ടും കാര്യങ്ങളായിട്ടും ഇൻ്റർനെറ്റ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇതിപ്പോൾ ലൈക്ക് ഞാൻ ആ ഫ്രിഡ്ജിൻ്റെ കേസ് പറഞ്ഞപ്പോൾ അതിൽ കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. അത് കറക്റ്റ് A to Z കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിൽ ഇതിപ്പോൾ ഈ ഫ്രിഡ്ജ് ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങളുണ്ടാവും, അതൊക്കെ വഴിയെ വരുമ്പോൾ മനസ്സിലാവും. അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇത് ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തത് നമ്മളുടെ ഫോണും കണക്റ്റഡ് ആണല്ലോ ഇൻ്റർനെറ്റ്. സോ നമ്മളുടെ ഫോണും ഈ ഇൻ്റർനെറ്റും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ സാധനം മനസ്സിലാവുന്നുണ്ട്. അതായത് ഞാനിപ്പോൾ പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പഠിപ്പിച്ച് തരുന്ന സാധനം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതേമാതിരി തന്നെ നമുക്ക് ഈ ഫോണും ഈ ഫ്രിഡ്ജും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫ്രിഡ്ജിൽ എന്തുണ്ട്, ടെമ്പറേച്ചർ സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ ടെമ്പറേച്ചറും കാര്യങ്ങളും ഒക്കെ നമ്മളുടെ ഈ ഫോണിക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. അതായത് ആ ഒരു ഇത് എപ്പോഴും ആ ഒരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കും ഇൻ്റർനെറ്റ് വഴി. അപ്പോൾ നമ്മളെ ഫോൺ ഇൻ്റർനെറ്റ് കണക്റ്റ് ആണ്, അതും ഇൻ്റർനെറ്റ് കണക്റ്റ് ആയ ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ഇൻ്റർനെറ്റ് വഴി എൻ്റെ ഫോണിക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ഞാനിപ്പോൾ ഫ്രിഡ്ജിൻ്റെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ആ ഫ്രിഡ്ജിന് ഇത്ര ഇതുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്ര ടെമ്പറേച്ചർ, ഇത്ര ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് നിൽക്കണത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ എന്തായിട്ട് ഇത്ര തണുപ്പ് വേണ്ട, ഫ്രിഡ്ജിന് ഇത്ര തണുപ്പ് വേണ്ട, ഇത്ര ഡിഗ്രി സെൽഷ്യസിൽ കിടക്കണ്ട, കുറച്ചും കൂടി കുറക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഈ ഫോണിൽ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിതിൽ ഫോണിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. IoT എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും ചെയ്യണ്ട, നമ്മൾ ഇവിടെ ഇരിക്കുക, ഇവിടെ ഉണ്ടാതെ ഇരിക്കുക, നമുക്ക് എന്താ ചെയ്യേണ്ടത് അത് ചെയ്യുക. അതായത് അത് ഈ ഫോണിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഫ്രിഡ്ജ് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷനായി പോകണ്ടല്ലേ. ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർക്ക് കൺട്രോൾ ചെയ്യണം. അതായത് ഇത്ര ഡിഗ്രി സെൽഷ്യസ് മതി. അപ്പോൾ എന്ത് പറ്റി, ഞാൻ എൻ്റെ ഫോണിലോ അല്ലെങ്കിൽ ലാപ്പിലോ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്ര ഡിഗ്രി എന്നുള്ളൊരു ഇതിൽ കൊടുത്തു. അപ്പോൾ എന്ത് കാട്ടും, എൻ്റെ ഫോണിൽ നിന്ന് ഒരു ഡാറ്റ ഫ്രിഡ്ജിലേക്ക് പോകും, ഇൻ്റർനെറ്റ് വഴി ഫ്രിഡ്ജിലേക്ക് പോകണം. അപ്പോൾ ഈ ഫ്രിഡ്ജിലേക്ക് അത് റിസീവ് ആയി കഴിഞ്ഞാൽ ഫ്രിഡ്ജിന് മനസ്സിലാകും ഇത്ര ഡിഗ്രി സെൽഷ്യസ് ആക്കിക്കണം. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എന്ത് കാട്ടും, ഇത്ര ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞിട്ട് കുറയും. അതേമാതിരി തന്നെ AC നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലൈക്ക് നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത്ര ടൈം കഴിഞ്ഞാൽ ഓഫ് ആക്കണം. 2 മണിക്കൂർ ടൈം ഡ്യൂറേഷനിൽ നമുക്ക് വേണമെച്ചാൽ വെക്കാം. ഇപ്പോൾ വരുന്ന സ്മാർട്ട് ACs ഉണ്ട്, അതിലൊക്കെ നമുക്ക് ടൈമൊക്കെ നമ്മളുടെ ഫോണിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനൊക്കെയാണ് പറയണത് IoT എന്ന്. അപ്പോൾ IoT എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള തിങ്സിനെയാണ് IoT എന്ന് പറയുന്നത്. അപ്പോൾ ഈ IoT നമുക്ക് എവിടെ ഇരുന്ന് വേണമെച്ചാലും കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാനും നമുക്ക് കൺട്രോൾ ചെയ്യാനും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും ഒക്കെ പറ്റും. അതിനെയാണ് IoT എന്ന് പറയുന്നത്. അതും ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാലും ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെയും ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ട്, അവിടെയും നമ്മുടെ ഫോണിൽ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കൺട്രോൾ ചെയ്യാനും അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും പറ്റും. അതിനെ IoT എന്ന് വിളിക്കണം. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, അപ്പോൾ IoT എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇനി അടുത്തത് നമ്മൾ എവിടെയൊക്കെ IoT യൂസ് ചെയ്യേണ്ടത് നോക്കാം. നമുക്ക് IoT എവിടെയൊക്കെ യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയും,
ഇപ്പോൾ എനിക്കിപ്പോൾ ഡയറക്റ്റ് നിങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റാത്തോട്ട് എൻ്റെ ഒരു ഊഹത്തിൽ പറയാം, ഞാൻ ചോദിച്ച ആൾക്കാരുടെ അടുത്ത്, ഞാനിപ്പോൾ ക്ലാസ് എടുത്ത സ്ഥലത്തൊക്കെ ചോദിച്ചപ്പോഴും അവർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എ സിയിൽ ഇല്ലെങ്കിൽ നമ്മൾ സ്മാർട്ട് ഹോം ആക്കിയിട്ട് സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ, അല്ലെങ്കിൽ വാച്ച്, അങ്ങനെ കുറച്ച് സംഭവങ്ങളാണ് പറഞ്ഞിട്ടുള്ളൂ. എവിടെയൊക്കെ IoT യൂസ് ചെയ്യുന്നത് ചോദിച്ചപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ ഒരു കേസിൽ എന്നോട് ആരെങ്കിലും വന്നിട്ട് IoT എവിടെയൊക്കെ യൂസ് ചെയ്യുക ചോദിച്ചാൽ ഞാൻ പറയും എല്ലായിടത്തും നമുക്ക് IoT യൂസ് ചെയ്യാം. നമുക്ക് എല്ലായിടത്തും IoT യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് നമ്മൾ കണ്ടുപിടിക്കണം എന്നുള്ളൂ. അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് അവിടെ സിമ്പിളായിട്ട് കിട്ടും. അത് തന്നെയല്ല, ഇപ്പോൾ നമ്മുടെ സ്മാർട്ട് ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഞാനിപ്പോൾ ഫാനും ലൈറ്റും ഓണാക്കിയിട്ട് പോയി എന്നുണ്ടെങ്കിൽ അത് ഞാൻ ഓഫാക്കാൻ മറന്നു. അപ്പം ഞാൻ കുറേ ദൂരെ എത്തിയിട്ട് മനസ്സിലാക്കണം എൻ്റെ റൂമിൽ ഫാനും ലൈറ്റും ഓണാണ്, അത് ഓഫാക്കാൻ ഞാൻ മറന്നു. അപ്പോൾ എന്തുണ്ടാവും, ഞാൻ മറ്റേതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അത് അവിടെ നിന്ന് ഇത് വരുന്ന വരെ ഇലക്ട്രിസിറ്റി പോയിക്കൊണ്ടിരിക്കുക. ലൈറ്റ് ഓണായിട്ട് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഫാന് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇലക്ട്രിസിറ്റി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിനെ നമുക്ക് എന്ത് കാട്ടാൻ പറ്റും, നമ്മൾ IoT ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഞാൻ ദൂരെ പോയ സ്ഥലത്ത് നിന്നിട്ട് ഇവിടെ ഈ ഒരു സംഭവം IoT ആയിട്ട് IoT ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായിട്ടും ഇവിടെയുള്ള ഫാനും ലൈറ്റും അവിടെ നിന്നിട്ട് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മളൊരു സൊല്യൂഷനാണിത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഉള്ള സ്ഥലത്ത് അങ്ങനത്തെ ഉള്ള എല്ലാ ഭാഗങ്ങളിലും നമുക്ക് IoT യൂസ് ചെയ്യാൻ പറ്റും. എക്സാമ്പിളിന് പറയുകയാണെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഇവിടെ ഒന്നും വല്ലാണ്ട് വന്നിട്ടില്ല, പക്ഷെ എന്നാലും കുറേ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഞാനൊരു ഞാനൊരു പേഷ്യൻ്റാണ്. അപ്പോൾ എന്തായിട്ട് എനിക്ക് കുറച്ച് ക്രിട്ടിക്കൽ സിറ്റുവേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലൊരു വാച്ച് കിട്ടി. എൻ്റെ ഒരു കയ്യിലൊരു വാച്ച് എന്ന് പറഞ്ഞാൽ ആ വാച്ച് ഇന്നെ ഫുള്ള് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. എന്തൊക്കെ ശരീരത്തിൽ നടക്കുന്നുണ്ട്, എന്തൊക്കെ ബാഡായിട്ട് നടക്കുന്നുണ്ട്, എന്തൊക്കെ ഗുഡാണ് എന്നുള്ളതൊക്കെ മോണിറ്റർ ചെയ്യുക. BP കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും അത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വിചാരിച്ചോ. അപ്പോൾ രാത്രി ഒരു 12 ഇല്ലെങ്കിൽ ഒരു 2 മണിയൊക്കെ ഞാൻ കടന്നുറങ്ങാം. ഞാൻ സുഖമായിട്ട് കടന്നുറങ്ങാം, ഒരു പ്രശ്നമില്ല. പെട്ടെന്നൊക്കെ ഒരു ഹാർട്ട് അറ്റാക്കും കാര്യങ്ങളൊക്കെ വന്നുവെന്നുണ്ടെങ്കിൽ, വരാണ്ടിരിക്കട്ടെ, അങ്ങനെ വന്നുവെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തായിട്ടും നമ്മൾ ഈ ഒരു സാധനം കെട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കണക്ട് ചെയ്തിട്ട് ഉള്ള ആൾക്കാർക്കൊക്കെ അല്ലട്ടോ, ഇതിപ്പോൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമല്ലോ. നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാനും കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് നമുക്ക് കണക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ അലേർട്ട് പോകണം, കോള് പോകണം, SMS പോകണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ചിട്ട് ഇത് പോകണം. അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിൽ വന്നിട്ടാണ് ഈ സംഭവം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഫാമിലിക്ക് പോകണം, ആംബുലൻസിന് കോള് പോകണം, അങ്ങനെ കുറേ സംഭവങ്ങൾ. അങ്ങനെ അപ്പോൾ എന്തായി, എൻ്റെ ലൈഫ് അവിടെ രക്ഷപ്പെട്ടു. അതിന് പകരം ഞാനൊരു ഹോസ്പിറ്റലിൽ പോയി, എനിക്ക് അങ്ങനത്തെ അഡ്വാൻസ്ഡ് ടെക്നോളജി ഒന്നും ഇല്ല. അപ്പം ഞാൻ പോയി കുറച്ച് കിട്ടിയിട്ട് അപ്പോൾ അവർ മരുന്ന് തന്നു, ഞാൻ കുടിയിൽ വന്നു, കൂടെ കടന്നുറങ്ങി, അന്ന് ഹാർട്ട് അറ്റാക്ക് വന്നു, ഞാൻ മരിച്ചു, കഴിഞ്ഞു, എന്നെ രക്ഷിക്കാൻ പറ്റിയില്ല. പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ അവർ അറിയണത് ഈ ഹാർട്ട് അറ്റാക്ക് വന്നു, ഞാൻ മരണപ്പെട്ടു എന്ന്. അപ്പോൾ ഈ ഒരു ഇതിൽ നമ്മൾ അങ്ങനെ ഒരു ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ട്. ഇപ്പോൾ ആ ഒരു സംഭവം നമ്മൾ ഇതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കുറച്ച് ടൈമിൻ്റെ ഡിഫറൻസിലിരിക്കുക ആ ഒരു എൻ്റെ ലൈഫ് രക്ഷപ്പെടുന്നത്. ഞാനവിടെ മരണപ്പെടാണ്ടിരിക്കണത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനവിടെ സേഫ് ആകാണ്, ഹോസ്പിറ്റലിൽ എത്തുന്നു, ട്രീറ്റ്മെൻറ്റ് കിട്ടണു, കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഒരു IoT ആണ്. ഇത് നമ്മളുടെ ഈ ഒരു IoT ടെക്നോളജി തൊട്ട് ഒരാളുടെ ലൈഫാണ് രക്ഷപ്പെടുന്നത്. സോ അത് ഓരോരുത്തർ യൂസ് ചെയ്യുന്ന സംഭവമാണ്. അതേമാതിരി ഫാക്ടറീസിൽ IoT യൂസ് ചെയ്യാൻ പറ്റും. അതേമാതിരി ഈ കൃഷിയിടങ്ങളിൽ IoT യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ നമുക്ക് IoT യൂസ് ചെയ്യാം. IoT കൃഷിയിടങ്ങളിൽ എന്ന് പറയുമ്പോൾ, എക്സാമ്പിൾ പറയുമ്പോൾ, നമുക്ക് വെള്ളം നനക്കാൻ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്ത് വെക്കാം. അതായത് IoT ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഓട്ടോമേറ്റ് ചെയ്തിട്ട് വെക്കാൻ പറ്റും. അതായത് നമ്മൾ ഇപ്പോൾ അവിടെ ഞാനിപ്പോൾ ഒരു എക്സാമ്പിളിൽ ഞാനിപ്പോൾ ഡെയിലി നനക്കാൻ വേണ്ടിയിട്ട് ആളിനെയാണ് വെച്ചിട്ടുള്ളത് വിചാരിച്ചോ. അപ്പോൾ ഒരു 10 ആൾക്കാരെ വെച്ചു, വലിയൊരു കൃഷി സ്ഥലമാണ് വെച്ചോ, 10 ആളിനെ വെച്ചു. അപ്പോൾ അവിടെ ഒരാൾക്ക് ഞാൻ ഒരു ദിവസം 300 വീതം കൊടുക്കേണ്ടി വിചാരിച്ചു. 300 രൂപയാണ് ഒരാൾക്ക് സാലറി. അപ്പോൾ ഒരു മാസം വരുന്ന ചിലവ് എന്ന് പറഞ്ഞാൽ, അതായത് ആ ഒരൊറ്റ ആൾക്ക് കൊടുക്കേണ്ട പൈസ എന്ന് പറഞ്ഞാൽ 9,000 രൂപ.
9,000 രൂപ ഞാൻ ആ ഒരൊറ്റ ആൾക്ക് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ 10 ആളിനെ ഞാൻ പണിക്ക് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ 10 ആൾക്ക് ഞാൻ കൊടുക്കേണ്ട പൈസ എന്ന് പറയുന്നത് 90,000 രൂപ ഞാൻ കൊടുക്കണം. അപ്പോൾ അതിന് പകരം നമ്മളവിടെ ഈ ഒരു IoT അപ്ലൈഡ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഈ ഒരു 90,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മാസം കൊടുക്കേണ്ട ശമ്പളം അവർക്ക് കൊടുക്കേണ്ട ശമ്പളം എടുത്തിട്ട് നമ്മൾ ഈ പണി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റി, അവിടെ അത്രയും സേവിങ്സ് ആണ്. മണി സേവിങ്സും ഉണ്ട്, അതേമാതിരി തന്നെ നമുക്ക് ടൈം സേവിങ്സും ഉണ്ട്. ഇതിപ്പോൾ ഇവർ വന്നിട്ട് ഡെയിലി ഇത്ര നേരം നനക്കണം, അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം. അതിപ്പോൾ നമ്മൾ IoTയിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്തായിട്ടാൽ മതി, നമ്മൾ ഓട്ടോമേറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലായിട്ട് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലായിട്ട് കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഓട്ടോമേറ്റ് ചെയ്ത് വെച്ചാൽ രാവിലെ 9 മണിക്കൊരു ഒന്ന് വെള്ളം കൊടുക്കണം, പിന്നെ വൈകുന്നേരം 4 മണിക്കും വെള്ളം കൊടുക്കണം. അങ്ങനെ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈം ഡ്യൂറേഷനിൽ അത് ഓട്ടോമാറ്റിക്കലി ആയിട്ട് വെള്ളം പോയിക്കോളും. ഇത് ഇൻ്റർനെറ്റ് കണക്റ്റ് ആയിട്ടാണ്. അതായത് എൻ്റെ ഫോണിൽ ഞാൻ ഇൻ്റർനെറ്റ് ഉണ്ട്, ഇൻ്റർനെറ്റ് വഴി എന്തായിട്ടണോ ഇതിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം, അത് വർക്ക് ചെയ്യണം അതിനനുസരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കണം, എവിടെയൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ കുറേ ഐഡിയാസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്തുകൂടെ? ആ ഒരു ഐഡിയാസൊക്കെയാണ് പിന്നെയും ഡെവലപ്പായിട്ട് അങ്ങനെ ഇതിപ്പോൾ നിങ്ങൾക്ക് തോന്നിയൊരു ഐഡിയ ശരിക്കും ഒരു പ്രോബ്ലം സോൾവിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഐഡിയ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടും. അതേമാതിരി അവിടെ അത്രയും പ്രോബ്ലംസ് സോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഈ ഒരു IoTൻ്റെ ഒരു നല്ലൊരു ഫേസ് എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് നമുക്ക് ഓരോ പ്രോബ്ലം പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. മീൻസ് ഇതിപ്പോൾ ഞാൻ പോയിട്ട് മാനുവലി കുറേ ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പോൾ അതിനൊരു സൊല്യൂഷൻ ഇതിപ്പോൾ ഞാൻ കണ്ടുപിടിച്ചു. ഇതിപ്പോൾ അങ്ങനെ ഒരു സൊല്യൂഷൻ ഞാൻ കണ്ടുപിടിച്ചു എന്നുണ്ടെങ്കിൽ ഇക്കും ബെനിഫിറ്റ് ആണത്. അതേമാതിരി ഇനി വരാൻ പോണ ആൾക്കാർക്ക് ആ സാധനം അവർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും അത്രയും ടൈം കുറഞ്ഞു കിട്ടണം. അപ്പോൾ അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ നമുക്ക് അപ്ലിക്കബിൾ ആക്കാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞ് എല്ലായിടത്തും നമുക്ക് IoT യൂസ് ചെയ്യാൻ പറ്റും. അതേമാതിരി ഇനി അടുത്തൊരു ഇതെന്ന് പറഞ്ഞാൽ വൈ IoT ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ്. വൈ IoT ഇമ്പോർട്ടൻ്റ്? സോ അതിലെന്ന് പറഞ്ഞാൽ IoT ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മെയിനായിട്ടുള്ള ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ IoTയിൽ ടൈം സേവിങ്സ് ആണ്. നമ്മൾ അവിടെ പോയി ഇങ്ങനെ ചെയ്ത് കുറേ പണിയുള്ള സാധനം ഇവിടെ നിന്നിട്ട് മാനുവലി ഒന്ന് കൺട്രോൾ ചെയ്താൽ, ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ചെയ്ത് വെച്ചിട്ട് കൺട്രോൾ ചെയ്താൽ, അതായത് നമ്മൾ ഫോണിൽ വെച്ച് കൺട്രോൾ ചെയ്താൽ നമുക്ക് ആ ഒരൊറ്റ ക്ലിക്കിൽ കാര്യം നടക്കും. അതിന് നമ്മളവിടെ പോയിട്ട് ഇങ്ങനെ ഒരു ചെടീൻ്റെ പരിസരത്ത് നമ്മളിങ്ങനെ വെള്ളം നനച്ചിട്ട് പോകണം. അത്രയും ടൈം നമുക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പകരം അതേമാതിരി മണി സേവിങ്സും ഉണ്ട്. ഇപ്പോൾ ഇത്രയും ആൾക്കാരെ വെച്ച് പണിയെടുക്കേണ്ടത് ഇത്ര സമയം കൊണ്ട് ഇത് നമ്മളൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി പിന്നെ വർക്ക് ചെയ്തോളും. അപ്പോൾ ആ ഒരു ടൈം സേവിങ്സും മണി സേവിങ്സും ആൻഡ് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റണോ. ലൈക്ക് ഞാനൊരു പണിക്കാരനാണ്. അപ്പോൾ എന്നോട് പറയുകയാണ് ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറയേണ്ടത്, അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറയണത് നമ്മൾ ഇതിൽ ഓട്ടോമേറ്റ് ചെയ്ത് വെച്ചാൽ ഇത് ഓട്ടോമാറ്റിക്കലി അത് ചെയ്തുകൊള്ളും. നമ്മളോട് ഇപ്പോൾ ഒരു പണിക്കാരനോട് വന്നിട്ട് എന്ത് പറയണോ, ഇതിപ്പോൾ നീ ഇങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യണത്, അവരുടെ കയ്യിൽ മിസ്റ്റേക്സ് പറ്റാൻ ചാൻസ് ഉണ്ട്. അതൊരു പോയിന്റ്. പിന്നെ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കണം ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് കാട്ടണോ, അവർക്ക് പൈസയും കൊടുക്കണം, അത് വേറെ കാര്യം. അതിന് പകരം ഞാൻ എന്ത് കാട്ടണോ, ഈ ഒരു സിസ്റ്റം സെറ്റ് ചെയ്തിട്ട് അതിൽ ഞാനിങ്ങനെ ഓട്ടോമേറ്റ് ചെയ്തിട്ട് ഇന്ന ടൈമിൽ ഇതിലൊക്കെ ഇതിങ്ങനെ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്തോളും. നമ്മൾ പിന്നെ നമുക്ക് തിരിഞ്ഞ് നോക്കണം. പിന്നെ എന്തെങ്കിലും അതിന് ഡാമേജോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് റെഡിയാക്കി കൊടുക്കുക. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുള്ളൂ. സോ അത് ഒരു കാര്യം. അപ്പോൾ ടൈം സേവിങ്, ഓട്ടോമേഷന് ആൻഡ് മണി സേവിങ്സ് പറഞ്ഞു. പിന്നെ അതേമാതിരി ഇതിപ്പോൾ ഞാൻ ഹാർട്ട് അറ്റാക്കിൻ്റെ കേസ് പറഞ്ഞില്ലേ, ആ ഒരു സംഭവം അതിലിപ്പോൾ ഒരാളുടെ ലൈഫ് രക്ഷപ്പെട്ടു. അതായത് മരണപ്പെടേണ്ട ഒരാളിനെ രക്ഷപ്പെടുത്താൻ പറ്റി. അത് വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റാണ്. മനുഷ്യൻ്റെ കേസിൽ അത് വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റാണ്. അതിൽ നമ്മൾ എത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്താലും ഒരു മനുഷ്യൻ്റെ ജീവൻ പോയാൽ അത് തിരിച്ചിട്ടില്ല. സോ അവിടെ നമുക്ക് ആ ഒരു ആളിനെ രക്ഷപ്പെടുത്താൻ പറ്റുന്നുണ്ട്. അത് ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റാണ് IoTയിൽ.
നമ്മളിപ്പോൾ ഇതിങ്ങനെ മോണിറ്റർ ചെയ്തിട്ട് നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. എന്തെങ്കിലും ബാഡായിട്ട് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അതായത് അതിൻ്റെ ഒരു ഇത് കിട്ടുകയാണ്. ഈ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇന്ന എന്താണ് പേഷ്യൻറ്റിന് ഇന്ന ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ട് അപ്പം തന്നെ സഡൻലി ആക്ഷൻ എടുക്കാൻ പറ്റും. സോ ആ ആളവിടെ മരണപ്പെടാണ്ടിരിക്കണം. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. പിന്നെ ഇനി പറഞ്ഞുതരാനുള്ളൊരു കാര്യമാണ് എങ്ങനെ IoT വർക്ക് ചെയ്യുന്നു എന്ന്. ഇപ്പോൾ എന്താണ് IoT എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അതേമാതിരി IoTൻ്റെ ഇത് കാര്യങ്ങൾ എങ്ങനെയാണ്, IoTൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇനി IoT എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ലൈക്ക് ഒരു ഫ്രിഡ്ജ് എടുക്കാം. ഈ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിപ്പോൾ ഒരു തക്കാളി പെട്ടി മാത്രമേ ഉള്ളൂ. അതായത് കുറച്ച് തക്കാളി പെട്ടിയിൽ കുറച്ച് തക്കാളിൻ്റെ ശേഷം. അപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഫുള്ളിലാണ് കിടക്കണത് ടെമ്പറേച്ചർ. അതായത് ഇത് ഫുള്ളിലാണ് കിടക്കണത്. അപ്പോൾ എന്തായി, നല്ല തണുപ്പുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇലക്ട്രിസിറ്റി പോകും. സോ എന്ത് കാട്ടാ, ഇതിപ്പോൾ എൻ്റെ ഫോണിൽ അതായത് അതിൽ സെൻസേഴ്സും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഈ സെൻസേഴ്സും ഇതും എപ്പോഴും സെൻസ് ചെയ്തിട്ട് അതിൻ്റെ ഇൻഫർമേഷൻസും കാര്യങ്ങളും അതിൻ്റേതായ ലെവലിൽ ഇൻ്റർനെറ്റ് വഴി നമ്മളുടെ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതിൽ എത്ര ഡിഗ്രി സെൽഷ്യസ് ഉണ്ട് ഇപ്പോൾ ഫ്രിഡ്ജിൽ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കിപ്പോൾ അത്ര വേണ്ട. ഇതിലിപ്പോൾ ഒരു തക്കാളി പെട്ടി മാത്രമേ നമുക്ക് അറിയുന്നുള്ളൂ. ഇതിൽ തക്കാളി മാത്രമേ ഉള്ളൂ. അതൊക്കെ നമുക്ക് അതിൽ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതിൽ തക്കാളി മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനത്ര തണുപ്പും കാര്യങ്ങളും വേണ്ട. ആകെ ഒരു വലിയ ഫ്രിഡ്ജിൽ ആ ഒരു തക്കാളി പെട്ടിയിൽ തക്കാളി മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഇത് വേണ്ട ആവശ്യമില്ല, തണുപ്പ് വേണ്ട ആവശ്യമില്ല. അത് കേട് വരാണ്ടിരിക്കാനുള്ളൊരു തണുപ്പ് മതി. സോ എന്ത് കേട്ടാൽ നമുക്ക് ഇവിടെ നിന്ന് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ എന്നിട്ട് അത്ര ഡിഗ്രി ഒന്നും വേണ്ട. അപ്പോൾ നമ്മൾ എന്താട്ടി അതിനെ മാറ്റി. അപ്പോൾ ഇതിന്ന് എന്തായിട്ടു അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് നമുക്ക് ഇതിൽ കണ്ടതിനനുസരിച്ച് നമ്മൾ എന്താട്ടി അത് മാറ്റി കൊടുത്തു. അതായത് ഞാൻ ഫ്രിഡ്ജിൽ പോകണ്ട, ഫ്രിഡ്ജ് പോയിട്ട് തുറക്കണ്ട, അതിൻ്റെ സാധനം ഇതാക്കണ്ട, കൂട്ടും കുറക്കും ചെയ്യണ്ട, എൻ്റെ ഫോണിൽ ഇരുന്ന് ഞാനത് ചെയ്തു. അപ്പോൾ എന്താട്ടി എൻ്റെ ഫോണിൽ നിന്നൊരു ഡാറ്റ എന്താട്ടി ഫ്രിഡ്ജിക്ക് ഇൻ്റർനെറ്റ് വഴി ആ ഡാറ്റ ഫ്രിഡ്ജിക്ക് എത്തി. അപ്പോൾ ഫ്രിഡ്ജ് എന്താട്ടി ഫ്രിഡ്ജ് അത് റിസീവ് ചെയ്തു. ലൈക്ക് ഞാൻ നിങ്ങളോട് പറയാം ഫ്രിഡ്ജ് പോയിട്ട് ആ തണുപ്പൊന്ന് കുറക്കുമെന്ന് പറയുന്നതിന് പകരം ഞാൻ ഈ ഫോണിൽ ഓപ്പറേറ്റ് ചെയ്യണോ, ഈ ഇൻ്റർനെറ്റ് വഴി ആ ഒരു ഡാറ്റ അവിടെ എത്തണോ, ആ ഫ്രിഡ്ജ് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ തണുപ്പ് കുറക്കണം. ഈ ഒരു സംഭവമാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ വേറൊരു എക്സാമ്പിൾ പറഞ്ഞു തരികയെന്ന് പറഞ്ഞാൽ ലൈറ്റ്. RGB ലൈറ്റുകൾ കണ്ടിട്ടുണ്ടാവും. RGB ലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ LED ലൈറ്റ് വെച്ച് തന്നെ നമുക്ക് ഇത് മാറ്റാൻ പറ്റും. അതും IoT ബേസ് ചെയ്ത് വരുന്നതാണ്. നമുക്ക് കളറും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും ഫോണിൽ മാനുവലി ആയിട്ട്. അപ്പോൾ നമുക്കിപ്പോൾ RGB ലൈറ്റ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കണം, കളർ മാറി കത്തിക്കൊണ്ടിരിക്കണം വിചാരിച്ചോ. അപ്പോൾ നമ്മളുടെ ഫോൺ എടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഏതിലാണ് കിടക്കണം നോക്കണം. അപ്പോൾ RGB ആക്കണ്ട്, RGB ആക്കണം. അപ്പോൾ എന്തായിട്ടണം ഈ ഫോണും ആ ലൈറ്റും രണ്ടും ഇൻ്റർനെറ്റിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ എന്തായിട്ടണം ഞാൻ കൊടുത്ത ആ ഒരു ഇൻഫർമേഷൻ ഇൻ്റർനെറ്റ് വഴി എന്തൊക്കെ എത്തണോ ആ ഒരു ലൈറ്റിലേക്ക് എത്തണോ, ലൈറ്റ് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കളറ് RGB ആയിട്ട് മാറ്റണം. ഇനിയിപ്പോൾ അതല്ല അതിൻ്റെ ഇത് മാറ്റണം, ഓട്ടോമേറ്റ് ചെയ്യണം. അത് ഓട്ടോമേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര മണിക്കൂർ ലൈറ്റ് കത്തണം എന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താട്ടി ഒരു 2 മണിക്കൂർ ലൈറ്റ് കത്തിക്കോട്ടെ, 2 മണിക്കൂർ ലൈറ്റ് കത്തിയിട്ട് അങ്ങനെ ഓഫ് ആയിക്കോട്ടെ. ഇതിപ്പോൾ ഒരു കുട്ടി കിടക്കുന്നുണ്ട്, ഒരു കുട്ടി റൂമിൽ കിടക്കുകയാണ്. അപ്പോൾ അവിടെ ലൈറ്റ് വേണം, കുട്ടിക്ക് ഇട്ട് പേടിയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 1 മണിക്കൂറോ 2 മണിക്കൂറോ ടൈം സെറ്റ് ചെയ്തിട്ട് ഓട്ടോമേറ്റ് ചെയ്തിട്ട് നമ്മളുടെ പണി നോക്കിയിട്ട് പോകണം. അപ്പോൾ ആ കുട്ടീൻ്റെ അടുത്ത് നമ്മൾ ഇരിക്കണ്ട, കുട്ടി ഉറങ്ങണത് നോക്കിയിരിക്കണ്ട. ആ ഒരു സംഭവത്തിൽ നമ്മൾ കൊടുത്ത ഡാറ്റ അനുസരിച്ചിട്ട് ഈ 2 മണിക്കൂർ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ലൈറ്റ് ഓഫ് ആക്കണം. ഇങ്ങനെയാണ് ഈ IoTൻ്റെ ഒരു വർക്കിംഗ് ഫ്ലോ. അതായത് ഞാൻ ഒന്നും കൂടി സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഇൻ്റർനെറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു, നിങ്ങളോടൊന്നും പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തായാലും നിങ്ങൾ പഠിക്കണം. അത് പഠിച്ചാൽ ഈ ഒരു സംഭവം പുഷ്പം പോലെ എനിക്ക് മനസ്സിലാക്കാം. ഞാൻ കാട്ടണു, ലൈക്ക് നിങ്ങളോട് പറയണു ഒന്ന് ആ ലൈറ്റ് ഓഫ് ആക്കുമെന്ന് പറയണതിന് പകരം ഞാൻ എൻ്റെ ഫോണിൽ ഓഫ് എന്നുള്ള ബട്ടൺ അമർത്തണം. അപ്പോൾ ഞാൻ നിങ്ങളോട് ഓഫ് ആക്കുമെന്ന് പറയണ അതേ ഇൻഫർമേഷൻ അത് വേറെ രീതിയിലാണുള്ളൂ. ഈ ഒരു ഇൻഫർമേഷൻ ഓട്ടോമാറ്റിക്കലി ഇൻ്റർനെറ്റ് വഴി നമ്മളുടെ ലൈറ്റിലേക്ക് പോകണം. അപ്പോൾ ലൈറ്റ് എന്തായിട്ടണോ അത് റിസീവ് ചെയ്യണോ, ഓട്ടോമാറ്റിക്കലി ആ ലൈറ്റ് ഓഫ് ആകണം.
ആൻഡ് അതേമാതിരി തന്നെ എ സിയിൽ നമ്മൾ ഇപ്പോൾ 16 കിടക്കണേ. അപ്പോൾ 16 അത്ര തണുപ്പ് വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് കാട്ടി, ആ ഒരു 16 എന്നുള്ളത് 20 ആക്കാൻ പോകുക. അപ്പോൾ എൻ്റെ ഫോൺ എടുത്തു, ഞാൻ കണക്ട് ചെയ്തു. കണക്റ്റഡ് ആണല്ലോ, ഇൻ്റർനെറ്റ് വഴി കണക്റ്റഡ് ആണ്. അപ്പോൾ ഞാൻ കണക്ട് ചെയ്തെന്ന് അതിൻ്റെ ഇതിൽ പറഞ്ഞു പോയതാണ്, ഒരു ഫ്ലോയിൽ പറഞ്ഞു പോയതാണ്. സോ ആ കണക്ട് ചെയ്യുന്നതിന് പകരം അതായത് ഞാൻ എന്ത് കാട്ടി, അതിന് പകരം ഞാൻ അവിടെ പോയിട്ട് ആ റിമോട്ട് എടുത്തിട്ട് ഇങ്ങനെ ചെയ്യണതിന് പകരം എൻ്റെ ഫോണിൽ എന്ത് കാട്ടി, 20 ഡയറക്റ്റ് ഉണ്ടാക്കി. അപ്പോൾ ഇതെന്ത് പറ്റി, എൻ്റെ ഫോണിൽ നിന്നൊരു ഇൻഫോർമേഷൻ സിക്ക് പോകുകയാണ് ഇൻ്റർനെറ്റ് വഴി. അപ്പോൾ സി അതെന്ത് തട്ടണം, അവിടെ എത്തുമ്പോൾ ആ സി അത് റിസീവ് ചെയ്യണം. റിസീവ് ചെയ്തിട്ട് അത് 20 ഓട്ടോമാറ്റിക്കലി ആക്കണം. ഇപ്പോൾ ആ ഒരു സംഭവം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ അങ്ങനെയാണ് IoTൻ്റെ ഒരു വർക്കിംഗ് വരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയെന്ന് നോക്കിക്കഴിഞ്ഞാൽ, എന്താണ് IoT എന്ന് നമ്മൾ പറഞ്ഞത്, വാട്ട് ഈസ് IoT എന്ന് പറഞ്ഞു. ആൻഡ് നമ്മൾ എന്താണ് IoT എന്ന് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു, ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തോ. ആൻഡ് എവിടൊക്കെ IoT യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള സംഭവം നമ്മൾ പറഞ്ഞു. അതായത് ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ IoT എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് IoT വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു സംഭവം പറഞ്ഞു ജസ്റ്റ്. ആൻഡ് എവിടെയൊക്കെ IoT യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ IoTൻ്റെ വർക്കിംഗ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഇതൊക്കെയാണ്. അപ്പോൾ ഇനി ഇൻ്റർനെറ്റ് എന്താണെന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക, പഠിക്കുക. ആൻഡ് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നതാണ്. കാര്യങ്ങൾ ഓരോ പ്രോജക്റ്റ് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. അത് പോകെ നമ്മൾ പഠിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇൻട്രാക്ഷൻ സെക്ഷനിൽ നമ്മളോട് ഡയറക്റ്റ് ചോദിക്കുക. അപ്പോൾ നമ്മളോട് ഡയറക്റ്റ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആയിട്ടുള്ളൊരു ഉത്തരം കിട്ടും, നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ഇതിപ്പോൾ നമ്മളോട് മെസ്സേജ് ചോദിക്കാന്നുണ്ടെങ്കിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക, കാര്യങ്ങൾ ചോദിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് പറഞ്ഞതിൽ എല്ലാവർക്കും എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യം ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബൈ.